ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. നമസ്കാരം. ഇന്ന് ഞാൻ തയ്യാറാക്കാൻ പോകുന്നത് ചിക്കനും ബ്രെഡൊക്കെ വെച്ച് വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു സ്നാക്സാണ്. ചിക്കൻ മയോണീസ് ബാളാണ് ഇന്ന് തയ്യാറാക്കാൻ പോകുന്നത്. അതെങ്ങനെയാണ് തയ്യാറാക്കണമെന്ന് നോക്കാം. നോമ്പ് സമയങ്ങളിൽ വൈകുന്നേരത്തേക്ക് പറ്റിയ ഒരു സ്നാക്സാണിത്. വളരെ പെട്ടെന്ന് തന്നെ ചെയ്തെടുക്കാം. ഞാനൊരു ബൗളിലോട്ട് ഒരു ചെറിയ ബൗള് ചിക്കൻ വേവിച്ചതാണ് ഇട്ട് കൊടുത്തിരിക്കുന്നത്. വേവിച്ചൊന്ന് പിച്ചിയെടുത്തതാണ്. ഉപ്പും കുരുമുളകും പെരിഞ്ജീരകവും കൂടെ ചേർത്താണ് ഇതൊന്ന് കുറച്ച് ചിക്കൻ ഒന്ന് വേവിച്ചെടുത്തത്. ഒരു 200-250 ഗ്രാം വരും. ആ ചിക്കൻ ഇതുപോലെ പിച്ചിയിട്ടതിലോട്ട് ഒരു ചെറിയ ബൗള് സവാള, അതുപോലെ തന്നെ കുറച്ച് ക്യാരറ്റ് ചെറുതായിട്ടരിഞ്ഞത്, അത് ബീൻസ്, ഇതിൻ്റെയൊക്കെ അളവ് നിങ്ങളുടെ ഇഷ്ടാനുസരണം ചേർക്കാവുന്നതാണ്. ക്യാപ്സിക്കം കുറച്ച് 2 കളറിലത് എടുത്തിട്ടുണ്ട്, അതും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ആവശ്യത്തിന് ഉപ്പ്. ഇനി നമുക്ക് ഇതിലോട്ട് ചേർക്കാനുള്ളത് മയോണൈസാണ്. അത് നിങ്ങൾക്ക് ഇഷ്ടാനുസരണം കൂട്ടുകയോ കുറയ്ക്കുകയൊക്കെ ചെയ്യാം. ഞാനിതിൽ 2 ബൗൾ മയോണൈസ് ചേർക്കുന്നുണ്ട്. ഇത് ഫസ്റ്റ് ഒരു ബൗൾ ചേർത്തിട്ടുണ്ട്. കുറച്ച് കഴിഞ്ഞ് കുറച്ചുകൂടെ ആഡ് ചെയ്താണ് ഇത് തയ്യാറാക്കുന്നത്. കുറച്ച് മല്ലിയില ഇട്ടിട്ടുണ്ട്. ഇത് ഇത്രയും മതിയാകും. ഇനി നമുക്ക് കുറച്ച് പൊടി ഐറ്റംസ് ചേർത്ത് കൊടുക്കാം. 1/2 ടേബിൾ സ്പൂൺ ചില്ലി ഫ്ലെക്സ് ചേർത്ത് കൊടുക്കാം. അതുപോലെ തന്നെ ഒരു 1/4 ടേബിൾ സ്പൂൺ കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതെല്ലാം കൂടി നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്യുക. ഞാൻ ആദ്യം ഒരു ബൗൾ മയോണൈസാണ് ചേർത്തിരിക്കുന്നത്. കുറച്ചൊന്ന് ക്ലിയറായി ഒന്ന് മിക്സ് ആക്കിയതിന് ശേഷം നിങ്ങൾക്ക് ആവശ്യമെങ്കിൽ കുറച്ചുകൂടെ ചേർക്കാം. ഞാൻ ഇത് കുറച്ച് കൂടുതൽ ചേർത്തിട്ടുണ്ട്. ഇനിയും ഒരു ബൗൾ ചേർക്കുന്നുണ്ട്. എല്ലാം കൂടി നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് വയ്ക്കാം. മയോണൈസിൻ്റെ അളവ് അധികം വേണ്ടെങ്കിൽ കുറച്ച് ചേർത്താൽ മതിയാകും. ഇത് ഞാൻ കുറച്ചുകൂടെ മയോണൈസ് ചേർത്തിട്ടുണ്ട്. എല്ലാം കൂടെ ചേർത്ത് മിക്സ് ചെയ്ത് വയ്ക്കാം. നമ്മുടെ ചിക്കൻ്റെ കൂട്ട് അത് മാറ്റി വെച്ചതിന് ശേഷം ഞാനിവിടെ കുറച്ച് ബ്രെഡ് എടുത്ത് വെച്ചിട്ടുണ്ട്. ആദ്യം നമുക്ക് ഒരു ബ്രെഡ് എടുത്ത് അതിൻ്റെ 4 ഭാഗത്തുള്ള നമ്മുടെ മൊരിഞ്ഞ ഭാഗങ്ങളുണ്ടല്ലോ അതൊന്ന് കട്ട് ചെയ്ത് മാറ്റാം. അത് കട്ട് ചെയ്തതിന് ശേഷം ഞാനിവിടെ ഒരു ബൗളിൽ കുറച്ച് വെള്ളം എടുത്ത് വെച്ചിട്ടുണ്ട്. അതിലൊന്ന് മുക്കിയെടുക്കുക. എന്നിട്ട് ആ കൈ കൊണ്ട് പ്രസ് ചെയ്ത് തന്നെ ആ വെള്ളമൊക്കെ ഒന്ന് മാറ്റിയെടുക്കുക. ബ്രെഡിലെ വെള്ളമൊക്കെ ഒന്ന് മാറ്റിയതിന് ശേഷം നമുക്ക് ചിക്കൻ്റെ 1 സ്പൂൺ കൂട്ട് ഇതിലോട്ട് വെച്ച് കൊടുക്കാം. എന്നിട്ട് ഇതുപോലെ എല്ലാം കവർ ചെയ്ത് ഒരു ബോൾ ഷേപ്പ് ആക്കിയെടുക്കാം. ഇതുപോലെ ഒരു ബോൾ ഷേപ്പാക്കി, ചെറിയ ഷേപ്പ് വ്യത്യാസമൊക്കെ കാണും, നിങ്ങൾ അതനുസരിച്ച് ക്ലിയർ ചെയ്തെടുത്താൽ മതിയാകും. ഇതുപോലെ നമുക്കെല്ലാം ചെയ്തെടുക്കാം. ബോൾ ഷേപ്പ് അല്ലാതെ ഇതിനെ കുറച്ച് ചിക്കൻ കൂട്ട് വെച്ച് ഇതുപോലെ 2ആയിട്ട് മടക്കി വേണമെങ്കിലും എടുക്കാവുന്നതാണ്. ഇത് ചിലപ്പോൾ നമ്മൾ ബ്രെഡിൽ വെള്ളം കൂടുകയാണെങ്കിൽ നമുക്ക് ബോൾ ഷേപ്പ് ആക്കാൻ പാടായിരിക്കും. ഇതുപോലെ ചെയ്തെടുത്താലും മതിയാകും. ഞാൻ ഇതുപോലെ കുറച്ചൊക്കെ ശരിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് എങ്ങനെയാണ് ഫ്രൈ ചെയ്യണമെന്ന് നോക്കാം. ആദ്യം ഇതിനെ ഒന്ന് കുറച്ച് ബ്രെഡ് ക്രംസിലോട്ട് ഒന്ന് കോട്ട് ചെയ്തെടുക്കുക. നനഞ്ഞിരിക്കുന്ന ബ്രെഡ് ആയതുകൊണ്ട് ഇതിലോട്ട് ബ്രെഡ് ക്രംസൊക്കെ നല്ലതുപോലെ ഒന്ന് പിടിച്ച് കിട്ടും. ഇതുപോലെ എല്ലാം കോട്ടിങ് ചെയ്തെടുക്കുക. ഇനി നമുക്ക് ഇത് ഫ്രൈ ചെയ്യാൻ വേണ്ടി ഒരു പാൻ അടുപ്പിൽ വയ്ക്കാം. ഇതൊക്കെ ഫ്രൈ ചെയ്യുമ്പോൾ സൺഫ്ലവർ ഓയിലോ വെജിറ്റബിൾ ഓയിലോ ഒക്കെ എടുക്കുന്നതായിരിക്കും കൂടുതൽ ടേസ്റ്റ്. നമ്മൾ വെളിച്ചെണ്ണയുടെ ആ ഒരു മണം ഇതുപോലുള്ള സ്നാക്സിന് അത്ര ടേസ്റ്റ് കാണില്ല. അത് നിങ്ങൾ നോക്കി ശ്രദ്ധിച്ചെടുക്കുക. ഇത് തിരിച്ചും മറിച്ചൊക്കെ ഇട്ട് നല്ലതുപോലെ ഒരു ബ്രൗൺ കളർ ആകുമ്പോൾ നമുക്ക് എടുത്ത് മാറ്റാം. എണ്ണയൊന്നും ഒട്ടും പിടിക്കാതെ തന്നെ ഇത് നമുക്ക് നല്ല ടേസ്റ്റി ആയിട്ട് കിട്ടിയിട്ടുണ്ട്.
ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്യാത്തവരാരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക. തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ ഒന്ന് ഓണാക്കുക. തുടർന്നിടുന്ന വീഡിയോസൊക്കെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനിൽ ലഭിക്കുന്നതാണ്. ഞാനിതൊന്ന് കട്ട് ചെയ്ത് കാണിക്കാം. നല്ല ടേസ്റ്റാണ്. ഈ മയോണൈസിൻ്റെ ഈ കൂട്ടൊക്കെ ഇതിൽ വെച്ച് ഇതുപോലെ ഫ്രൈ ചെയ്ത് കഴിക്കാൻ വളരെ ടേസ്റ്റാണ്. എല്ലാവരും ഒരിക്കൽ കൂടെ പറയാണ്, ട്രൈ ചെയ്ത് നോക്കുക. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം.